ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ ഫുഡാണ് കേട്ടോ, ഉച്ചക്കത്തെ. ഇന്നിപ്പോൾ തിങ്കളാഴ്ച. ഇന്നലെ നമ്മൾ വെച്ച കയ്പ്പ, പിന്നെ നല്ല സാമൻ പൊരിച്ചത്, ചോറ്, നല്ല കൂണ് തേങ്ങ വറുത്തരച്ച് വെച്ചതാണ് കേട്ടോ. നല്ല രസമാണിത്. ദോശക്കെല്ലാം പറ്റിയ കറിയാണ്. ദോശ, ചപ്പാത്തി, അപ്പത്തിനെല്ലാം പറ്റിയ തേങ്ങ നന്നായിട്ട് വറുത്ത് വെച്ച കറിയാണ്. അപ്പം നമുക്കിന്ന് ചോറ് കഴിക്കാം. അപ്പം ഞാൻ ഇന്നലെ കയ്പ്പൊക്കെ വെച്ച ചട്ടിയിൽ കുറച്ച് ചോറിട്ടീന്. നല്ല രസമാട്ടാ. അപ്പം ഇതിൽ തന്നെയാണ് ഇന്ന് കഴിക്കുന്നത്. ചോറിട്ട് നമ്മൾ അപ്പം കയ്പ്പൊക്കെ വെച്ച ചട്ടിയിൽ കേട്ടോ. ഇന്നലെ മുളകിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഇടുന്നത്. അപ്പം നല്ല കറി വയ്ക്കുക. നമ്മളെ കൂണ് തേങ്ങ അരച്ച് വെച്ചത് ഇതും കൂട്ടിയിട്ടുണ്ട്. ഒരു പൊടുത്തോ ചട്ടിയിൽ ഇങ്ങനെ ഉരുട്ടി കഴിക്കാൻ നല്ല രസാട്ടാ. കുറച്ച് ഇന്നലത്തെ കയ്പ്പൊക്കെ ഇടാം. അപ്പൊ ഇന്നലെ ആരോ കമന്റ് ഇട്ടീന്, അതെന്താ നിങ്ങളെ ആരെ പഠിപ്പിച്ചിനത് ഇടത്തെ കൈ കൊണ്ട് തിന്നാൻ? ഇത് മുന്നത്തെ ക്യാമറ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇടത്തെ കൈ ആയിട്ട് തോന്നുന്നത്. ഞാൻ വലത്തെ കൈ കൊണ്ട് തന്നെയാണ് തിന്നുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് കുഴച്ചിട്ട് നന്നായിട്ട് കുഴക്കുക. കയ്പക്കി എന്റെ പൊന്നെ, തേങ്ങ വറുത്തരച്ച കറി. മീൻ കൊടുക്കട്ടാ. ഒരു ചെറുങ്ങനെ മസാല ഇട്ടിട്ടുള്ളൂ, സാമാന്യാണ്ട്. ഇങ്ങനെ എടുത്തിട്ട് അപ്പൊ കൂണ് തേങ്ങ അരച്ച് ഒന്ന് വെക്കും കേട്ടോ. കൂണിനല്ല ഇവിടെ വില കുറവ്, 5 റുപ്യേ ഉള്ളൂ. കൂടുതലുണ്ട് കേട്ടോ. ഇതില് എണ്ണ ഒഴിച്ചോന്ന് വെച്ചാൽ ഒഴിച്ച്, ഒരു തുള്ള എണ്ണ. ഒരു നുള്ള എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എന്നാന്ന് പറഞ്ഞാല് നല്ല നെയ്യ് ഉരുകുന്ന മീനല്ല. ഇന്നലെ ഞാൻ വാങ്ങിയതാണ്. ഇപ്പം എൻ്റെ ഈ ചോറ് കാണിക്കലും ഈ ചോറ് ഇഷ്ടപ്പെടുന്നവരും കുക്കിങ്ങിൻ്റെ എന്നെ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല രസമുള്ള മീനാ. മരുന്നല്ലേ, എന്താ പേര്? ഇങ്ങനെ കുഴച്ചിട്ട് ഈ ചട്ടിയിലിട്ട് തിന്നാൻ എന്ത് രസാന്നറിയും. മുള്ളെല്ലാം നോക്കണം. കൂണുണ്ട, തേങ്ങ നന്നായിട്ട് വറുക്കണം കേട്ടോ. ചെറിയ തീയിൽ വേണം വറുത്തെടുക്കാൻ. ഓവർ തീയാക്കുമ്പോ എന്താവുന്ന
തേങ്ങ കരിവ് അതിൻ്റെ ടേസ്റ്റ് കിട്ടൂല. അപ്പൊ സമയം എടുത്തിട്ട് വേണം നമ്മൾ എന്ത് തേങ്ങ വറുത്ത് കറി ഉണ്ടാക്കണമെങ്കിലും തേങ്ങ അതിൻ്റെതായ സമയം എടുത്തിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് അടിച്ചട്ടെ. ഒരു കൈ കൊണ്ടൊന്ന് ഇങ്ങനെ നെക്കിയാൽ പോലും ഒരു ലൈക്കും തന്നെ. അപ്പൊ ഞാൻ ഇടത്തെ കൈ കൊണ്ടല്ല കഴിക്കുന്നത്, വലത്തെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ, ബൈ ബൈ.